അപ്പോൾ നമ്മളങ്ങനെ വാഗത്തൂർ ബീച്ചിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ കണ്ട കണി കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ പഴയൊരു വില്ലേജ് ഇതെങ്ങനെ നിർത്തിയിട്ടാണ് ഒരു അഡാറ് കണത്തിൽ. മാരക ബ്യൂട്ടിയില്ലേ സാധനത്തിന്. വിൻറ്റേജ് സാധനങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഫീലാണല്ലേ. ഇതൊക്കെ ആൾട്രേഷൻ ചെയ്ത് ഒരു രസമായിട്ട് കൊണ്ടു നടക്കാമോ? ഇനി രസമുള്ള സാധനം കാണിച്ചിട്ടെ. നമ്മുടെ പഴയ ബുള്ളറ്റ് ആ തുരുമ്പ് പിടിച്ചിരിക്കണ കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ ഫീലല്ലേ. നൈസ് ബ്യൂട്ടി അല്ലേ, ഇതാ ലുക്ക് അല്ലേ. അപ്പോൾ കണി കലകിയില്ലേ, നമ്മൾ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കണ്ട കാഴ്ച അതാണ്. അപ്പം നമ്മൾ കാഴ്ചകളുടെ ലോകത്തിലേക്ക്, വാഗത്തൂർ ബീച്ചിലെ കാഴ്ചകളുടെ ലോകത്തിലേക്ക് വലതുകാലം ഇടതുകാലം എടുത്തു വെച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കേ, this property belongs to Car Tourism Development Corporation Limited. No activities, structures to be undertaken. Reference High Court order. ഇവിടെ ഒരു പരിപാടി നടക്കില്ല, ഇത് ഗവൺമെൻറ് സ്ഥലമാണ്. ഇവിടെ തൊട്ട വിവരം അറിയുന്നതാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പലരും കയറി പലരും ചെയ്യാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വേണ്ട, അത് ഒരു ബേവാച്ച് പ്ലേസ് ആണത്. എന്താ ഇതാണ് ആക്ച്വലി വാഗത്തൂർ ബീച്ചിൻ്റെ മനോഹര ദൃശ്യങ്ങൾ. പകർത്തുന്നത് ഷഹ്മോൻ ബി പഴലിൽ PBS ഡേ എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി. അപ്പം അങ്ങനെയൊക്കെ ആയില്ലേ കാര്യങ്ങൾ. ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മളിവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളതൊരു ഓർമ്മകൾ പുതുക്കാനും കൂടിയിട്ടാണ്. വയസ്സാവണ കാലത്ത് പല്ലൊക്കെ പോയിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കാമല്ലോ, ഞങ്ങളും ഇവിടെയൊക്കെ വന്നിരുന്നു എന്നൊക്കെ പറയാലോ. ഇതൊക്കെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവുള്ളൂ, അല്ലാതെ എന്ത്. അപ്പോൾ ഞാനിതിങ്ങനെ പടികളില്ലാത്ത ഒരു സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ ഇറങ്ങാൻ പോവാണ്. എന്താകുമ്പോൾ കിടില മ്യൂസിക്കാണ്. DJ ആയിട്ട് താളിക്കണം അവിടെ. ഈ സമയത്ത് ഇവിടെ ഇത്രയും DJ ഉണ്ടെങ്കിൽ നൈറ്റ്സിൽ എന്തായിരിക്കും? പാർട്ടീസ്. ഇവിടുത്തെ ബീച്ചുകളുടെ പ്രധാന ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഈ പാറക്കെട്ടുകൾ തന്നെ ഉണ്ടാവും. എല്ലാ ബീച്ചിലും ഇത് മെയിൻറ്റെയിൻ ഉണ്ട്. അതെങ്ങനെ വന്നു എന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. പക്ഷെ അതിമനോഹരമാണത്. പക്ഷേ ഓരോ സ്ഥലത്തെയും പാറക്കെട്ടുകൾക്കും ഇതിനും ഓരോ ഭംഗിയാണ്. നമ്മുടെ ഇനിയൊരു ഭംഗിയാണ് ഇത്. യാനം യാനം അതിദൂനം ദൂനം ഇടവഴിയാകെ ഒരു തേടല.
കൈവിട്ട് പോയി, ക്യാമറ കൈവിട്ട് പോയി. നമ്മളെ അത്രയും സൂം ചെയ്യുമ്പോൾ ഈ ക്യാമറ കയ്യിൽ നിന്ന് പോണു. നൈസല്ലേ ബ്യൂട്ടി? നമ്മളവിടെ മുകളിൽ നിന്ന് കണ്ടതാണ് ഒരു ക്രോസ് ഉണ്ട്. വേണ്ട, ഭയങ്കര മനോഹരമല്ല അതിരിക്കുന്ന കാണാനായിട്ട്. ഇനി അതിൻ്റെ വിടവിലൂടെ നമുക്ക് ലവന്മാരുടെ ഗെയിം ഒന്ന് കണ്ടു നോക്കാം. നൈസല്ലേ? ഇവിടെ വരുവാൻ പെട്ട വരില്ലേ? അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കണം. അങ്ങോട്ട് പോയി, അയ്യോ കൈവിട്ട്. യെസ്, അവനെ പിടിക്കുന്നുണ്ടാ? രണ്ടുപേരും കൂടി ഓട്ട മത്സരമാണ്. നൈസല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. അത് കാണുമ്പോൾ നമുക്ക് അതിലൊന്ന് കയറി യാത്ര ചെയ്യണമെന്ന് തോന്നും, മസ്റ്റായിട്ട് തോന്നും. അതാണ് അവിടുത്തെ ബ്യൂട്ടി, അതാണ് അവരുടെ ബിസിനസ്. എന്തൊക്കെ പറഞ്ഞാലും അവർ ഓണാണ്, നല്ല രീതിയിൽ ഓണാണ്. അവർ എങ്ങനെ ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കണം, എങ്ങനെ ജനങ്ങളെ കൊതിപ്പിക്കണം, എങ്ങനെ നമ്മളത് അവരെ കൊണ്ട് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെ അവർ ശരിക്കും അത് ഗുണപ്പെടുത്തുന്നുണ്ട്. അത് ആ വിഷ്വൽ കാണുമ്പോൾ നമുക്കത് ചെയ്യണമെന്ന് കാണുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അവിടെ ആ ഒരു യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം വേറെ ടീം പോയി, നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകും. അപ്പോഴേക്കും അവിടെ ക്യൂ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ച ചിലപ്പോൾ അവിടെ അടുത്തുനിന്ന് കിട്ടിയേക്കാം. അയച്ചു അവിടെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ ചിന്തിക്കാത്ത കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരു മിനിറ്റ്. നമ്മൾ ചിന്തിക്കാത്ത യാത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിൻ്റെ ഉള്ളിൽ കടലിലൂടെ പോകാൻ പറ്റിയ ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്നുണ്ടോ? നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകും. അത് നമുക്ക് അതിൻ്റെ ചുറ്റുവട്ടാരം ഒരു വൈഡിൽ കാണാം. അതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ലാൻഡ്സ്കേപ്പ്, അതിൻ്റെ ബ്യൂട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെ അങ്ങകലെ മുകളിലൊരു കോട്ടയുണ്ട് കേട്ടോ, നമുക്കവിടെ പോകണം. ഇവിടുത്തെ ഓരോ ബീച്ചിലും ഒരു 3-4 hours സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ബീച്ചിലും സൺറൈസും സൺസെറ്റും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മിക്കവാറും ഒപ്പിയെടുക്കും, കാരണം ദിവസങ്ങളോളം അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ അല്ലെങ്കിൽ അത് ഒറ്റയടിക്കുക. നമ്മളൊരു 5 ദിവസം എന്തായാലും ഗോവയിൽ കറങ്ങാനുള്ളതുണ്ട്. എല്ലാ ബീച്ചിലും ഒരു 3 hours സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷെ 17ഓളം ബീച്ചുണ്ട് ഗോവയിൽ. വേണ്ട, ഇതൊരു ബോട്ടാണ്. ബോട്ടാണ്. ഇത് നമ്മുടെ ഇതിൽ കയറുന്ന വഴിക്കുള്ള എന്താ, ഇത് 2 പേർക്ക് ഇരുന്ന് പോകാവുന്ന തരത്തിലുള്ള മറ്റേ ബോട്ട് കെട്ടി വലിക്കാൻ പറ്റിയ സാധനമാണിത്. പിന്നെ ഇതാണ് അടുത്ത സംഭവം എന്ന് പറയുന്നത്, സ്പീഡ് ബോട്ടാണ്. ഞാൻ അകലേന്ന് നോക്കിയപ്പോഴേ ഈ സ്റ്റാൻഡിൽ ഇത് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കണ്ടു
മറ്റേ എയറോപ്ലെയിനിലിരിക്കുന്ന പോലെ ഒരു ഫീല്. അതിൽ രസമുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അല്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ. ഇതിലെല്ലാം കയറി ട്രാവൽ ചെയ്യണം. പിന്നെ നമുക്ക് പിന്നെ ഇവിടുത്തെ ഒരു ബോട്ട് ഇറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന് കണ്ടേക്കാം. പാരാഗ്ലൈഡിങ് അല്ലേ അത്? എന്തോ ഒരു സാധനം, എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഗൂഗിൾ പോയി കണ്ടുപിടിക്കേണ്ടി വരും. അത് ഇവിടുന്ന് ഒരു ബോട്ട് പുറപ്പെടാനുണ്ട്. ഞാനതാണ് ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്നത്. അവരങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട നൈസല്ലേ നോക്കി. അങ്ങനെ തള്ളി അതുവരെ കൊണ്ടുപോയിട്ട് അവരതിനകത്തേക്ക് കയറും. അങ്ങനെ ആയിരിക്കണം. ബോട്ട് സ്റ്റാർട്ട് ചെയ്തു, കയറില്ല. വേണ്ട, വലിച്ചു, അങ്ങനെ വലിച്ചു. അതന്നെ പരിപാടി. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതാണ് വാഗത്തൂർ ബീച്ചിലെ മനോഹര ദൃശ്യങ്ങളും എൻഗേജ്മെൻറ്റും എല്ലാം. അപ്പോൾ നമുക്ക് പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയാവും. ഇവിടെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ചിലപ്പോൾ എന്നെയാണ് വിളിക്കുന്നത് നോക്കി ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ എന്നെ അല്ല വിളിക്കുന്നത്. അവരവരെ പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിളിക്കേണ്ട കാര്യം അവർക്ക് എന്തിരിക്കുന്നു. തള്ളേ കൊള്ളാം. അപ്പോൾ നമ്മളിവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യൂ കൂടെ കണ്ടിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, then bye bye.